ഈ അമ്പലത്തിലെ ഐതിഹ്യം ഒന്ന് പറയാമോ? ഓച്ചിറ ക്ഷേത്രത്തെ പറ്റിയല്ലേ മോൻ ഉദ്ദേശിച്ചത്? ഓച്ചിറ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷേത്രമില്ലാതെ 4 ആൽത്തറയാണുള്ളത്. 3 ആൽത്തറ. സോറി, നിങ്ങൾ അത് തന്നെയാണ്. നിങ്ങൾ ഓച്ചിറ ക്ഷേത്രത്തെ പറ്റിയാണ് മോൻ ഉദ്ദേശിക്കുന്നത്. ഓച്ചിറ ക്ഷേത്രത്തെ പറ്റി പറയാനുണ്ട്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമില്ലാത്ത ഒരു ക്ഷേത്രം എന്ന് പറയാം. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റമ്പലമോ ഒന്നും കാണാനില്ല. എന്നാൽ പരബ്രഹ്മം കുടികൊള്ളുന്ന ഓച്ചിറ ക്ഷേത്രത്തിൽ കിഴക്കേ ഗണപതി അമ്പലവും പടിഞ്ഞാറ് വശമായിട്ട് 2 ആൽത്തറകളുമാണുള്ളത്. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടിക്കാവുണ്ട്. പടിഞ്ഞാറ് ആൽത്തറയ്ക്ക് വടക്കുവശമായിട്ട് ഉണ്ടിക്കാവ്. അതേ ഉള്ളു ഇവിടെ കാണാനായിട്ടുള്ളത്. ഇത് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന പരദേവകർ എന്ന ഐതിഹ്യം. അത് മനസ്സിലായി. നല്ല 28-ാം ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിനല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച എന്ന് പറയുന്നത് ഓച്ചിറ ക്ഷേത്രത്തിലാണ് ഉണ്ടാവും. ഏറ്റവും വലിയ കാള എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 28-ാം ഓണം വരെ എന്ന് പറയുന്നത് ഞെക്കനാൽ കരയുടെ ആയിരുന്നു, കാലഭൈരപ്പൻ എന്ന നന്ദികേശം. അതിന് മേളിലെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം അതിന് മേൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് പറയണത്തുമുക്കിൽ നിന്ന് വരുന്ന അതിമനോഹരമായ ഒരു നന്ദികേശനെ കൊണ്ടുവരാനുള്ള പരിപാടിയിൽ നിൽക്കുന്ന യുവാക്കൾ അതിന്മേൽ വരും. അതിനെ ഈ നമ്മുടെ കാലഭൈരപ്പനെയും കടത്തി വെട്ടിക്കൊണ്ടുവരാനുള്ള ഒരാളുണ്ട്. അതെ, ഉണ്ട്. കതിരവൻ ഒരാളിനെ കടത്തി വെട്ടാനുള്ള വേറൊരു കതിരവൻ വരുന്നുണ്ട്, നന്ദികേശൻ വരുന്നുണ്ട്. അതെ, അങ്ങനെയാണ്. എങ്ങനെ പ്രശ്നമെന്നാ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഒരേ കരക്കാരും വലുത് കെട്ടുമ്പോഴേ ഈ ഹൈവേയുടെ കിഴക്കുവശം വലുത് കെട്ടിയാൽ തിരിച്ച് ഇവിടെ കൊണ്ടുവരാക്കത്തില്ല ഇനിയുള്ള കാലഘട്ടത്തിൽ. ഹൈവേക്ക് പടിഞ്ഞാറ് വശം, അതായത് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശമുള്ള കരക്കാർ കെട്ടിക്കൊണ്ട് വരുന്ന ഏറ്റവും വലിയ നന്ദികേശം. പിന്നെ അത് നല്ല രീതിയിൽ ക്ഷേത്ര ഗവൺമെന്റിലേക്ക് വന്നെത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വഴിയിലെങ്കിലും തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാതെ. 12 മണി 1 മണിക്കാണ് വരുന്നത്. അത് വളരെ നേരത്തെ എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹമുണ്ട്. കാരണം ഇത് നേരത്തെ വന്നാലേ ശരിയാവുള്ളൂ. കാരണം വെളിച്ചവും വെള്ളമില്ല, രണ്ടും ബുദ്ധിമുട്ടുകൾ വരും. ഏറ്റവും വലിയ കാള എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ളത് ഇതുവരെയുള്ള കാളയെന്ന് പറഞ്ഞാൽ കാലഭൈരപ്പന ഏറ്റവും വലുത്. അതിന് ചെറുതാ ഓണാട്ട് കതിരവൻ. അല്ല, വ്യത്യാസമുണ്ട്. അതെ. ഐതിഹ്യം എന്ന് പറയുന്നത് ഓച്ചിറ ക്ഷേത്രം എന്ന് പറയുന്നത് വിഗ്രഹമില്ലാത്ത ഒരു ക്ഷേത്രമാണല്ലോ. ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പരബ്രഹ്മം എന്ന് പറയുന്ന പരബ്രഹ്മം കുടികൊള്ളുന്ന സ്ഥലമാണെന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പുരാതന കാലം വരെ ഒരു മതത്തിന്റെ രീതിയിലല്ല പോകുന്നത്. കാരണം എല്ലാ മതങ്ങളും ഉൾക്കൊള്ളിച്ച് ഏകോദര സഹോദരന്മാരായിട്ട് പോകുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അതായത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ വേർതിരിവില്ലാതെ എല്ലാ ജാതി മനുഷ്യർക്കും സ്വയമായി കയറി ഏത് സമയങ്ങളിൽ വന്ന് ആരാധിക്കാനും ആരാധന സ്വാതന്ത്ര്യം കയറി നടക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. 365 ദിവസം ഏത് രാത്രിയിൽ വന്നാലും. സാധാരണ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ദീപാരാധന കഴിഞ്ഞ് നട അടയ്ക്കപ്പെടുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ത്രൂ ഔട്ട് 24 മണിക്കൂറുണ്ട്. ഇവിടെ നീണ്ടല്ലാതെ ഏത് മതസ്ഥർക്കും കയറാം. നീണ്ടൽ തൊടിയിലും മറ്റു കാര്യങ്ങളൊന്നുമില്ല. നട അടപ്പ് നട തുറപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇതോടെ വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ നനഞ്ഞുകൊണ്ടിരിക്കുന്നെന്നാ പറയുന്നത്. അല്ല, ഇനി വല്ല സംശയങ്ങളുണ്ടോ?